അവസാന അരമണിക്കൂറിലേക്ക് വോട്ടെടുപ്പ് കടക്കുമ്പോൾ ചേലക്കരയിലെ മറ്റു ബൂത്തുകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ്. പ്ലാന്റേഷൻ സ്കൂൾ കൊണ്ടാഴിയിലാണ് AK അഭിലാഷ് ഇപ്പോൾ നിൽക്കുന്നത്. അഭിലാഷ്, അവിടെ എന്തായി കാര്യങ്ങൾ? സുജിയ, ഇവിടെ 1262 വോട്ടർമാരാണുള്ളത്. അതിൽ ഏതാണ്ട് 75% പോളിംഗ് ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഇവിടെ നമുക്ക് കൗതുകരമായ ഒരു കാഴ്ച എന്നുള്ളത്, ഇപ്പോൾ നമുക്ക് ഈ കാണുന്നത് പുരുഷന്മാരുടെ ക്യൂ ആണ്. നീണ്ട ക്യൂ ഇവിടെ പുരുഷന്മാരുടേതുണ്ട്. പക്ഷേ സ്ത്രീകളുടെ ക്യൂ വളരെ ചുരുക്കമാണ്. കാരണം നേരത്തെ ഞാൻ വന്ന സമയത്ത് ഒരു സ്ത്രീ പോലും ഇവിടെ ക്യൂവിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഇവിടെ 2 സ്ത്രീകളെ കയറ്റി വിടുമ്പോൾ മാത്രമാണ് ഒരു പുരുഷനെ വോട്ട് ചെയ്യാൻ അനുവദിക്കുക. ഒരു കൗതുകരം എന്നതിനപ്പുറത്ത് ഒരു മാതൃകാപരമായ ഒരു സമീപനം, അത്തരൊരു രീതി കൂടി ഇവിടെ നടന്നു എന്നുള്ളതാണ്. അത് ഏറെക്കുറെ ആശ്വാസകരമായാണ്. കാരണം ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളാണ്, അവർക്ക് വോട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതിലൊരു സൗകര്യമാണ് പുരുഷന്മാർ ഒരുക്കുന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന 2 സ്ത്രീകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തുള്ളത്. അതേസമയത്ത് ഏതാണ്ട് 10-40ഓളം പുരുഷന്മാർ ഇപ്പോഴും ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അതേസമയത്ത് നമുക്ക് പറയുകയാണെങ്കിൽ കൊണ്ടാഴി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. കാരണം ഈ ഏതെങ്കിലും തരത്തിൽ UDF ഈ മണ്ഡലം പിടിച്ചെടുക്കണമെങ്കിൽ ഈ ബൂത്തിൽ, അതായത് ഈ കൊണ്ടാഴി പഞ്ചായത്തിൽ എത്രത്തോളം അവർക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും UDFന്റെ വിജയ സാധ്യത. അതുകൊണ്ട് തന്നെ ശക്തിയേറിയ വാശിയേറിയ ഒരു മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം ഈ ഭാഗത്തെത്തി പ്രചാരണം നടത്തി ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പം തന്നെ 3 മുന്നണികൾക്കും ഒരുപോലെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് കൊണ്ടാഴി എന്നുള്ളതാണ്. ഏതായാലും വലിയ ക്യൂ ഇപ്പോഴുണ്ട്, പുരുഷന്മാരുടെ ക്യൂ ഉണ്ട്. ഏതാണ്ട് ഒരു 250ഓളം പേർ ഇനിയും വോട്ട് ചെയ്യാനുണ്ട് എന്നതാണ് അറിയുന്നത്. പക്ഷേ ഏതാണ്ട് 200ഓളം പേർ പുറത്താണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വോട്ടുണ്ടാവില്ല. ബാക്കിയുള്ള ആളുകൾ ഏതായാലും അല്പസമയങ്ങൾക്കകം തന്നെ ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. ഏതായാലും വലിയ തരത്തിൽ വാശിയേറിയ മത്സരം, അത് ഏതൊക്കെ തരത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ തന്നെ മാതൃകാപരമായ ചില കാര്യങ്ങൾ കൂടി ഇവിടെ ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം.